ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദി അൺറീച്ച്ഡ് ഈഡൻ ടി വി ഒരുക്കുന്ന ശാബ് സ്കൂൾ പ്രോഗ്രാമിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാം ഈ 2024 ആദ്യത്തെ ക്വാർട്ടറിൽ സങ്കീർത്തനങ്ങൾ എന്ന മനോഹരമായ പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം അതിൻ്റെ 8ാമത്തെ പാഠം പഠിക്കുന്നു. പാഠത്തിൻ്റെ ഹെഡിങ് നീതിയായ ജീവിതത്തിന് വേണ്ടുന്ന ജ്ഞാനം. നീതിയായ ജീവിതത്തിന് വേണ്ടുന്ന ജ്ഞാനം. എന്താണ് സങ്കീർത്തനങ്ങൾ? സങ്കീർത്തനങ്ങൾ നമുക്ക് ലളിതമായി പറയുമ്പോൾ ദൈവവും മനുഷ്യനും ഹൃദയവുമായി കണ്ടുമുട്ടുന്ന ഒരു ഇടമാണ് സങ്കീർത്തനങ്ങൾ. അതിൽ വിലാപങ്ങളുണ്ട്, സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്, കരച്ചിലുണ്ട്, അല്ലേ, നെടുവീർപ്പുണ്ട്, ചോദ്യം ചോദിക്കലുണ്ട്. ഇതെല്ലാം മനുഷ്യൻ്റെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെയാണ് ഓരോ സങ്കീർത്തനക്കാരനും അതിലൂടെ പാട്ടുകളായി, ഗീതങ്ങളായി പാടുന്നത്. ഇന്നത്തെ പാഠത്തിൽ നീതിയായ ജീവിതത്തിന് വേണ്ടുന്ന ജ്ഞാനം നൽകണമേ എന്ന് ദൈവത്തോട് കഴിക്കുന്ന അപേക്ഷയാണ് ഇന്നത്തെ പാഠത്തിൻ്റെ ലക്ഷ്യം. മനപ്പാഠവാക്യം സങ്കീർത്തനങ്ങൾ 90-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ് മനപ്പാഠവാക്യം. സങ്കീർത്തനങ്ങൾ 90-ാം അധ്യായം 12-ാമത്തെ വാക്യം അതിപ്രകാരം പറയുന്നു: ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. സങ്കീർത്തനങ്ങളിൽ പ്രവാചകനായ മോശ എഴുതിയതായ ഒരേ ഒരു സങ്കീർത്തനമാണ് 90-ാം സങ്കീർത്തനം. അതിലെ വാക്യമാണ് നാം ഇന്ന് മനപ്പാഠ വാക്യമായി പഠിക്കുന്നത്. 90-ാം സങ്കീർത്തനം 12-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. അപ്പോൾ നീതിയായ ജീവിതത്തിന് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും ശാസനകളും ഉപദേശങ്ങളൊക്കെ നമ്മുടെ സങ്കീർത്തനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ നമുക്ക് ഈ ലോകത്തിൽ ഒരു നീതിയായ ജീവിതം നയിക്കുവാൻ കഴിയും? അപ്പോൾ ദൈവത്തിൻ്റെ നിയമം പ്രമാണിക്കുന്നത് ഒരിക്കലും ഒരു ആചാരമല്ല. പലർക്കും ഒരു തോന്നലുണ്ട് ദൈവത്തിൻ്റെ നിയമം എന്ന് പറയുന്നത് ഒരു കർശനമായ ഒരു ആചാരമാണ്, അല്ലെങ്കിൽ നിയമ അധിഷ്ഠിതമാണ്. അതൊരിക്കലുമല്ല. മറിച്ച് ദൈവവുമായിട്ടുള്ള ഒരു ഈടാർന്ന ബന്ധത്തെയാണ് ദൈവത്തിൻ്റെ നിയമം അനുസരിക്കുന്നതിലൂടെ നാം ചെയ്യുന്നത്. ദൈവവുമായിട്ടുള്ളൊരു ബന്ധമാണ് അതിലൂടെ സ്ഥാപിക്കുന്നത്. ആ ദൈവത്തിൻ്റെ നിയമം അനുസരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളും ബൈബിൾ ഉടനീളം പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ നീതിമാൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇന്നത്തെ പാഠത്തിൽ പറയുമ്പോൾ എങ്ങനെ നമുക്കൊരു നീതിയായ ജീവിതം നയിക്കുവാൻ കഴിയും? ഒരു നീതിമാൻ്റെ ജീവിതം നാം ബൈബിൾ മനസ്സിലാക്കുമ്പോൾ പ്രലോഭനങ്ങൾ നിറഞ്ഞതാണ്. പലപ്പോഴും ജീവിതത്തിൽ പരീക്ഷകളും പ്രലോഭനങ്ങളൊക്കെ ഒരു നീതിമാൻ്റെ ജീവിതത്തിലും കടന്നു വരും. അപ്പോൾ അതിൽ അവൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഈ പാഠം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പരീക്ഷയിൽ അവൻ വീണു പോകാം. കൗശലതന്ത്രങ്ങൾ ജീവിതത്തിൽ ഒരു നീതിമാൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ചിലപ്പോൾ അവൻ ആ പരീക്ഷയിൽ പരാജയപ്പെടാം, അവിശ്വസ്തത കാണിക്കാം. എന്തിനാണ് പലപ്പോഴും ദൈവം നീതിമാൻ്റെ ജീവിതത്തിൽ പരീക്ഷകൾ കൊണ്ടുവരുന്നത്? ഇന്നത്തെ പാഠം പറയുന്നത് അവൻ്റെ വിശ്വസ്തത തെളിയിക്കുവാൻ വേണ്ടിയാണ് നീതിമാൻ്റെ ജീവിതത്തിലും ദൈവം പലപ്പോഴും പരീക്ഷകൾ അനുവദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കൾ ദൈവം നൽകുന്ന ഉപദേശങ്ങളും ശാസനകളും അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ നീതിയായ ജീവിതത്തെ ദൈവത്തിന് മുമ്പാകെ വിശ്വാസത്തിലൂടെ നമുക്കത് തെളിയിക്കുവാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ പാഠത്തിൽ മോശ പറയുന്ന പാട്ടാണ്. ദൈവസന്നിധിയിലെ മോശയുടെ അപേക്ഷ ഇപ്രകാരമാണ്: ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. അപ്പോൾ ഈ ഒരു ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിച്ച് നീതിയായ ജീവിതം ഈ ലോകത്തിൽ, ദുഷ്ടത നിറഞ്ഞ ലോകത്ത് നമുക്ക് എങ്ങനെ നയിക്കുവാൻ കഴിയുമെന്നതാണ് ഇന്നത്തെ പാഠത്തിൻ്റെ ലക്ഷ്യം. ഈ മനോഹരമായ പാഠത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ഞായറാഴ്ച പഠിക്കുന്ന ഹെഡിങ് അങ്ങയുടെ വചനത്തെ ഞാൻ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ഞായറാഴ്ച പഠിക്കുന്ന ഹെഡിങ് അങ്ങയുടെ വചനത്തെ, ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകളെ നാം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത്? 119-ാം സങ്കീർത്തനം ഏറ്റവും വലിയ സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനം മുഴുവൻ
ദൈവത്തിൻ്റെ കൽപ്പനയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ആ സങ്കീർത്തനക്കാരൻ വിവരിക്കുന്നത്. ആമുഖത്തിൽ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുഷ്ഠിക്കേണ്ടത് ഒരു ആചാരമായിട്ടല്ല, മറിച്ച് നാം ദൈവത്തോട് കാണിക്കുന്ന ആ സ്നേഹം അല്ലെങ്കിൽ ഒരു ഈടാർന്ന ബന്ധം, വിശ്വാസ ജീവിതം, ഇതാണ് ദൈവത്തിൻ്റെ കൽപ്പനയുമായിട്ടുള്ള നമ്മുടെ ബന്ധമായിരിക്കേണ്ടത്. ഒരിക്കലും ഒരു ആചാരമായി അത് അനുഷ്ഠിക്കുവാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ പാഠത്തിൽ ഞായറാഴ്ചത്തെ ഭാഗത്ത് പഠിക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകളെ നമുക്ക് എങ്ങനെ അനുഷ്ഠിക്കുവാൻ കഴിയും, ഇനി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ഒരു ദൈവ പൈതലിന് ലഭിക്കുന്നത്. ഇതാണ് ഞായറാഴ്ചത്തെ പാഠത്തിൻ്റെ ഹെഡിങ്. ദൈവത്തിൻ്റെ കൽപ്പനകളെ നമുക്ക് എങ്ങനെ അനുഷ്ഠിക്കുവാൻ കഴിയും, അത് അനുഷ്ഠിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ. 119 സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ, അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. 119 സങ്കീർത്തനം തുടക്കത്തിൽ തന്നെ പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായ ദൈവമക്കൾ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു. കൂടാതെ ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. താഴോട്ട് വായിക്കുമ്പോൾ 119 സങ്കീർത്തനം 1 മുതൽ 16 വരെയുള്ള വേദവാക്യങ്ങളാണ് പ്രതിപാദ്യ വിഷയം. കൂടാതെ 161 മുതൽ 168 വരെയുള്ള വേദവാക്യങ്ങളാണ് പ്രതിപാദ്യ വിഷയം. അല്ല, 5-ാം വാക്യം പറയുന്നു, നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എൻ്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. വീണ്ടും 6-ാം വാക്യം പറയുന്നു, നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. നിന്റെ സകല കൽപ്പനകളെയും ഞാൻ സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ ദൈവമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു, സ്നേഹബന്ധത്തെ സൂചിപ്പിക്കുന്നു. അതെങ്ങനെ അനുഷ്ഠിക്കണമെന്ന് പറയുന്നത്, അനുഷ്ഠിക്കുന്ന മക്കൾ ആരാ? അനുഷ്ഠിക്കുന്ന മക്കളെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നത് അവൻ ഭാഗ്യവാനാണ്, അല്ലേ? അപ്പോൾ ഇവിടെ തുടക്കത്തിലെ ലേഖകൻ പറയുന്നത് നമ്മുടെ നീതിയായ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഒരു തീർത്ഥാടന യാത്രയായിട്ടാണ് സങ്കീർത്തനക്കാരൻ അതിനെ ഉപമിക്കുന്നത്. ഒരു നീതിയായ ജീവിതം ഒരു ദിവസം കൊണ്ടല്ല പൂർത്തിയാകുന്നത്, അല്ലേ? നമ്മുടെ ആയുഷ്കാലത്തിലെ നമ്മുടെ നീതിയായ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള വിശ്വാസത്തിൻ്റെ ഒരു തീർത്ഥാടന യാത്രയാണ്. ആ തീർത്ഥാടന യാത്രയിൽ നാം ദൈവത്തെ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിൻ്റെ മുഖപ്രകാശത്തെ നോക്കിയാണ് അവൻ ആ തീർത്ഥാടന യാത്ര നടത്തുന്നത്. പ്രത്യേകിച്ചും പാഠത്തിലെ ലേഖകൻ അത് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ന്യായപ്രമാണം പൂർണ്ണമായും അനുസരിച്ചുകൊണ്ട്, അല്ലേ, പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട്, കൂടാതെ ദൈവത്തിൻ്റെ മുഖപ്രകാശത്തെ നോക്കിയാണ് നാം ആ തീർത്ഥാടന യാത്ര വിശ്വാസത്തിലൂടെ നയിക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ ഉയർത്തിയാണ് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ മുഖപ്രകാശം നോക്കിയിട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ ഉയർത്തിയാണ് ഒരു നീതിമാൻ അവൻ്റെ ജീവിതത്തെ നയിക്കുന്നത്. ഇവിടെ സങ്കീർത്തനം 89:15 പറയുന്നത്, സങ്കീർത്തനം 89:15, യഹോവയെ അവർ നിൻ്റെ മുഖപ്രകാശത്തിൽ നടക്കും. സങ്കീർത്തനം 89:15 പറയുന്നത്, യഹോവയെ അവർ നിൻ്റെ മുഖപ്രകാശത്തിൽ നടക്കും. ഒരു നീതിമാൻ ദൈവത്തിൻ്റെ മുഖപ്രകാശത്തിൽ നടക്കും. ഏതിനെ നോക്കി? കൽപ്പനകളെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ടും ഉയർത്തി കാണിച്ചുകൊണ്ടും ദൈവത്തിൻ്റെ മുഖപ്രകാശത്തിൽ നടക്കും എന്ന് പറയുന്നു. ഇനി ആ നടക്കുന്ന മക്കളെക്കുറിച്ച് പറയുന്നത് സങ്കീർത്തനക്കാരൻ പറയുന്ന അവർ നിഷ്കളങ്കരാണ്, അല്ലേ? 119 സങ്കീർത്തനത്തിൽ പറയുന്നത് യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ ആരാ? നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അപ്പോൾ നീതിയായ ജീവിതം നയിക്കുന്ന മക്കളുടെ ഒരു പ്രത്യേക സ്വഭാവ സവിശേഷത അവിടെ പറയുന്നു. അവർ നിഷ്കളങ്കരാണ്, അല്ലേ? നിഷ്കളങ്കത എന്ന് പറയുമ്പോൾ പാപമില്ലാത്ത ഒരു ജീവിതമാണ് ആ നിഷ്കളങ്കത. ഒരു കുഞ്ഞു കുട്ടിയുടേതായ മനസ്സിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ലേഖകൻ ഇവിടെ ഊനമില്ലാത്ത ഒരു യാഗത്തെ അവിടെ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചൊരിഞ്ഞതായ ഊനമില്ലാത്ത യാഗം, അത് നിഷ്കളങ്കതയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഊനമില്ലാത്ത ഒരു യാഗം അല്ലെങ്കിൽ നിഷ്കളങ്ക സ്വഭാവമാണ് ദൈവം പ്രസാദിക്കുന്നത്, അല്ലേ? നീതിമാന്റെ ജീവിതം ഒരു യാഗമായിരിക്കണം. പൗലോസ് അപ്പോസ്തലൻ റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത് 12-ാം അധ്യായം റോമർക്കെഴുതിയ ലേഖനം 12:1 പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അപ്പോൾ നീതിമാന്റെ ജീവിതം, നീതിയായ ജീവിതം നയിക്കുന്ന ദൈവമക്കൾ നിഷ്കളങ്കരാണ്. ഊനമില്ലാത്ത ഒരു യാഗമാണ് അവൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്. കൂടാതെ അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് സ്നേഹം കൊണ്ട് നിഷ്കളങ്ക ജീവിതമായിരിക്കും അവൻ നയിക്കുന്നത്. അതുകൊണ്ട് അവൻ ദൈവത്തിൻ്റെതായ ഒരു പ്രസാദം അവൻ്റെ ജീവിതത്തിൽ ലഭിക്കും എന്നിവിടെ പറയുന്നു. അപ്പോൾ ഒരിക്കലും കൽപ്പനകൾ നമുക്കൊരിക്കലും ഒരു ഭാരമാകുവാൻ പാടില്ല എന്ന് ഞായറാഴ്ചത്തെ പാഠം പഠിക്കുന്നു. അതൊരു ആചാരമായി നാം അനുഷ്ഠിക്കുമ്പോഴാണ് അത് എന്തായി മാറുന്നത്? കൽപ്പനകൾ നമുക്കൊരു ഭാരമായി
മാറുന്നത്. മറിച്ച് അത് സ്നേഹത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നാം ഉള്ളിൽ മനസ്സിലാക്കിക്കൊണ്ട് നാം അതിനെ കർത്താവിൻ്റെ മുഖപ്രകാശം നോക്കി ദൈവത്തിൻ്റെ കൽപ്പനകളെ നാം ഉയർത്തി നടക്കുമെങ്കിൽ തീർച്ചയായും അത് നമുക്ക് വളരെയധികം സന്തോഷവും ഭാഗ്യവും അനുഗ്രഹങ്ങളും ജീവിതത്തിൽ നൽകും എന്നിവിടെ പറയുന്നു. അപ്പോൾ ലോകത്തിൻ്റെ മുമ്പാകെ നാം കൽപ്പനകളെ വെളിപ്പെടുത്തേണ്ട ദൈവമക്കളാണ്. ലോകത്തിൻ്റെ മുമ്പാകെ നാം നിഷ്കളങ്കരാകുമ്പോൾ നാം ദൈവത്തിൻ്റെ കൽപ്പനകളെ എന്ത് ചെയ്യണം? വെളിപ്പെടുത്തണം. കാരണം ദൈവത്തിൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുന്നതും ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നതൊക്കെ നിഷ്കളങ്കതയുടെ സ്വഭാവത്തെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവ ഇഷ്ടം വെളിപ്പെടുവാൻ നാം ദൈവത്തിൻ്റെ കൽപ്പനകളെ ഉയർത്തി മറ്റുള്ള മുമ്പാകെ കാണിക്കണമെന്ന് പറയുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ 119 തന്നെ 161 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സങ്കീർത്തനം 119 161 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് അതിൽ 162 വാക്യം പറയുന്നു, വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിൻ്റെ വചനത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറയുകയാണ്. വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിൻ്റെ വചനത്തിൽ എന്ത് ചെയ്യുന്നു? ആനന്ദിക്കുന്നു. കൂടാതെ അതിൽ 165 വാക്യം പ്രത്യേകിച്ച് അടിവരയിട്ട് ഇവിടെ പറയുകയാണ്. സങ്കീർത്തനക്കാരൻ 119 165 വാക്യത്തിൽ എല്ലാവർക്കും അറിയുന്നൊരു വചനമാണ്, നിൻ്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് എന്താ മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. 119 സങ്കീർത്തനമുണ്ട് 165 വാക്യം പറയുന്നത്, നിൻ്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് എന്തുണ്ട്? മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. അപ്പോൾ ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നത്, ഒരു നീതിയായ ജീവിതം നയിക്കുന്ന മക്കൾക്കുണ്ടാകുന്ന ഒരു വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? ഈ പാഠത്തിലെ അനുഗ്രഹം, ഞായറാഴ്ചത്തെ പാഠത്തിലെ അനുഗ്രഹം എന്താണ്? നീതിയായ ജീവിതം നയിക്കുന്ന മക്കൾ ഭാഗ്യവാനാണ്, അവർക്ക് അനുഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിൽ എന്തുണ്ട്? സമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ഇപ്പോൾ നടപ്പിൽ വീഴ്ച എന്ന് പറയുന്നത് നമ്മുടെ പരാജയത്തെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലേ? നമ്മുടെ നടപ്പിൽ നീതിയായ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ പരീക്ഷകളൊക്കെ വരുമ്പോൾ നാം വീണു പോവുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. മറിച്ച് നമ്മുടെ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ അത് കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണെങ്കിൽ നമുക്ക് ആ വെളിച്ചത്തെ നോക്കി, മുഖപ്രകാശം നോക്കി ധൈര്യത്തോടെ കൽപ്പനകളെ ഉയർത്തി തന്നെ പോകുവാൻ കഴിയും. ഇവിടെ താഴെ വായിക്കുമ്പോൾ ഒരു ചോദ്യം നമ്മോട് ചോദിക്കുന്നത്, ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ പ്രലോഭനങ്ങളും പരീക്ഷകളും വന്നു, അല്ലേ? കർത്താവ് സ്നാനപ്പെട്ടതിന് ശേഷം 40 രാവും പകലും ഉപവാസത്തിലായിരുന്നു. പിശാച് കർത്താവിനെ പരീക്ഷിപ്പാൻ വേണ്ടി മരുഭൂമിയിൽ വരുന്നു. 3 തരം പരീക്ഷകൾ കർത്താവിൻ്റെ മുമ്പിൽ വയ്ക്കുന്നു. കർത്താവെല്ലാം അതിനെ വചനം കൊണ്ട് എന്ത് ചെയ്യും? നേരിട്ടു. ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ ശക്തി അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ ജീവിതത്തിൽ പരീക്ഷകളും പ്രലോഭനങ്ങളൊക്കെ വരുമ്പോൾ ന്യായപ്രമാണം അനുസരിക്കണമോ വേണ്ടയോ എന്നൊക്കെയുള്ള ചിന്തകളും പരീക്ഷകളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ വചനത്തിലൂടെ, വചനത്തിൻ്റെ ശക്തിയിലൂടെ അതിനെ പരാജയപ്പെടുത്തുവാൻ നീതിയായ ജീവിതം നയിക്കുന്ന മക്കൾക്ക് കഴിയും. അതുകൊണ്ട് ഇന്നത്തെ ഞായറാഴ്ചത്തെ പാഠത്തിൽ പറയുകയാണ്, ഞാൻ എപ്പോഴും അങ്ങയുടെ വചനത്തെ എന്ത് ചെയ്യുന്നു? ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. 119 സങ്കീർത്തനം അതിൻ്റെ 11ാമത്തെ വാക്യമാണ് അത് പ്രതിപാദ്യ വിഷയം. 119 സങ്കീർത്തനം അതിൻ്റെ 11ാമത്തെ വാക്യം പറയുന്നു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടത് നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യുന്നു? സംഗ്രഹിച്ചിരിക്കുന്നു. ഇത് നീതിയായ ജീവിതം നയിക്കുന്ന മക്കളുടെ ഒരു അടയാളമായിട്ട് ഞായറാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. തിങ്കളാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. തിങ്കളാഴ്ച പഠിക്കുന്ന ഹെഡിങ്, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ പഠിപ്പിക്കണമേ. നേരത്തെ നമ്മൾ മനപ്പാഠവാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ മോശ പാടുന്ന പാട്ടാണ്, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. അപ്പോൾ തിങ്കളാഴ്ചത്തെ ഭാഗത്തിൽ മനുഷ്യൻ്റെ ദുർഗതിയെക്കുറിച്ചാണ് പറയുന്നത്. മനുഷ്യൻ്റെ ദുർഗതി അല്ലെങ്കിൽ ഗതികേട്, മനുഷ്യ ജീവിതത്തിൻ്റെ ഗതികേടിനെ കുറിച്ചാണ് 90ാം സങ്കീർത്തനം പറയുന്നത്. പ്രതിപാദ്യ വിഷയം 90ാം സങ്കീർത്തനമാണ്. അവിടെ മോശ പച്ചയായ മനുഷ്യൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെ വരച്ചു കാട്ടുകയാണ്. എന്താണ് മനുഷ്യൻ്റെ ജീവിതം? അതിൽ 90ാം സങ്കീർത്തനം 3ാം വാക്യം പറയുന്നു, നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിൻ്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ഒരു ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു.
വീണ്ടും പറയുന്നു, അവർ രാവിലെ മുളച്ചു വളരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം എന്ത് ചെയ്യുന്നു? അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. വീണ്ടും എൻ്റെ 10-ാം വാക്യം പറയുന്നു, ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80. അല്ലേ? അതിൻ്റെ പ്രതാപം എന്ന് പറയുന്നത് ദുഃഖവും പ്രയാസവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. ഇപ്പം മനുഷ്യജീവിതം എത്രമാത്രം ക്ഷണികമാണ്, നൈമിഷികമാണ് എന്ന് വ്യക്തമായി തന്നെ മോശ ഈ സങ്കീർത്തനത്തിലൂടെ പറയുന്നു. അല്ലേ? മനുഷ്യജീവിതത്തിൻ്റെ ആയുസിനെ കുറിച്ച് പറയുന്നു, 70 അല്ലെങ്കിൽ 80. അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ജീവിതം കഷ്ടവും ദുഃഖവും പ്രയാസവും അത്രയെന്ന് വ്യക്തമായി പറയുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഗതികേടിനെക്കുറിച്ച്, ദുർഗതിയെക്കുറിച്ച് പറയുന്നു. 103-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, 103-ാം സങ്കീർത്തനം 14 മുതൽ 16 വരെ, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടി എന്നവൻ ഓർക്കുന്നു. മനുഷ്യൻ്റെ ആയുസ് അവിടെ പുല്ലുപോലെ ആകുന്നു എന്ന് പറയുന്നു. വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റ് ആ പുല്ലിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിൻ്റെ സ്ഥലം പിന്നെ അറിയുകയുമില്ല. 102-ാം സങ്കീർത്തനം 11-ാം വാക്യം പറയുന്നത്, മനുഷ്യൻ്റെ ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാകുന്നു, ഞാൻ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു എന്നിവിടെ പറയുന്നു. അപ്പോൾ മനുഷ്യജീവിതം വളരെ ക്ഷണികമാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ 1000 വർഷം എന്ന് പറയുന്നത് ഇന്നലെ കഴിഞ്ഞു പോയ ഒരു യാമം പോലെ മാത്രം, അല്ലെങ്കിൽ മണിക്കൂറുകൾ പോലെ മാത്രം ഇരിക്കുന്നു എന്നിവിടെ പറയും. അപ്പോൾ ദൈവത്തിൻ്റെ കാലവുമായി നാം താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ജീവിതകാലം എന്ന് പറയുമ്പോൾ ഒരു ആവി പോലെയാണ്, ഒരു നിഴൽ പോലെ, ഒരു ആവി പോലെ, ഒരു പൂവിനെ പോലെ ഇവിടെ വർണ്ണിക്കുകയാണ്. അല്ലേ? പൂവിൻ്റെ ജീവിതം എത്ര ക്ഷണികമാണ്. അല്ലേ? രാവിലെ അത് തഴച്ചു വളരുന്നു, വൈകുന്നേരം എന്ത് ചെയ്യുന്നു? അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. അതുകൊണ്ട് അത്ര ക്ഷണികമാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. പക്ഷേ ഈ ജീവിതത്തിൽ 70 വയസ്സ് 80 വയസ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതം എന്ന് പറയുന്നത് ദുഃഖവും കഠിനാധ്വാനവും പ്രയാസവും ഒക്കെ നിറഞ്ഞതാണ്. ദൈവത്തെ ഇഷ്ടമല്ലാത്ത വ്യക്തികൾ പോലും ഈ ചെറിയ ജീവിതത്തെക്കുറിച്ച് അവർ കരയാറുണ്ട്. അല്ലേ? ദൈവത്തെ അനുസരിക്കാത്ത വ്യക്തികൾ പോലും അവരുടെ ചെറിയ ജീവിതത്തെക്കുറിച്ച് കരയാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു വലിയൊരു പ്രത്യാശ പറയുകയാണ്, മനുഷ്യൻ്റെ ജീവിതം വളരെ ക്ഷണികമാണെങ്കിലും അവനൊരു നിത്യത ശേഷിക്കുന്നു. ദൈവമക്കൾക്ക് നീതിയായ ജീവിതം നയിക്കുന്നവർക്ക്, നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ് നീതിയായ ജീവിതമാണ്. അപ്പോൾ നീതിയായ ജീവിതം നയിക്കുന്ന ദൈവമക്കൾക്ക് ഈ ലോകത്തിലെ ജീവിതം ക്ഷണികമാണെങ്കിൽ പോലും അവൻ എന്ത് ശേഷിക്കുന്നു? ഒരു നിത്യത ശേഷിക്കുന്നു. അത് നേടിയെടുക്കുക എന്നതാണ് ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും വെല്ലുവിളി. അത് നേടിയെടുക്കുക എന്നാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വെല്ലുവിളി. അതുകൊണ്ട് ഈ ചെറിയ ജീവിതം എനിക്ക് എങ്ങനെ ജ്ഞാനത്തോടെ ജീവിക്കുവാൻ കഴിയും? തിങ്കളാഴ്ചത്തെ പാഠത്തിൻ്റെ ഹെഡിങ് അതാണ്, എൻ്റെ നാളുകളെ എണ്ണുവാൻ എന്നെ പഠിപ്പിക്കണമേ. അപ്പോൾ ഈ ചെറിയതായ ക്ഷണിക ജീവിതം എങ്ങനെ എനിക്ക് ജ്ഞാനത്തോടെ ജീവിക്കുവാൻ കഴിയും? വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുന്നത്, അങ്ങയുടെ കോപത്തിൻ്റെ ശക്തിയെയും ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. 90-ാം സങ്കീർത്തനം 11-ാം വാക്യം, അങ്ങയുടെ കോപത്തിൻ്റെ ശക്തിയും ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. അപ്പോൾ ദൈവത്തിൻ്റെ കോപം, നമ്മുടെ പാപത്തിനെതിരെയുള്ള ദൈവത്തിൻ്റെ കോപം പൂർണ്ണമായും ഒരു മനുഷ്യനും അനുഭവിച്ചിട്ടില്ല. അല്ലേ? നമുക്ക് പൂർണ്ണമായി ദൈവത്തിൻ്റെ കോപത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം ഭയങ്കരമാണ് ദൈവകോപം. അല്ലേ? നാം ക്ഷണികമായ ജീവിതം നയിക്കുന്ന ദൈവമക്കൾക്ക് ഈ കോപത്തിൻ്റെ ശക്തിയെ നേരിടുവാനുള്ള കഴിവ് അല്ലെങ്കിൽ ത്രാണി നമുക്കില്ല. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്, ദൈവമേ ജ്ഞാനത്തോടെ ജീവിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. അല്ലേ? എൻ്റെ ജീവിതം ക്ഷണികമാണെങ്കിലും എൻ്റെ നാളുകൾ ചുരുങ്ങിയതാണെങ്കിലും ആ ജീവിതകാലം ജ്ഞാനത്തോടെ ജീവിക്കുവാൻ എനിക്ക് കഴിയണമേ. എങ്ങനെയാണ് നമുക്ക് ജ്ഞാനത്തോടെ ജീവിക്കാൻ കഴിയുന്നത്? ഇവിടെ ലേഖകൻ പറയുന്നത് ദൈവത്തോടുള്ള ഭക്തിയുള്ള ജീവിതമാണ് ജ്ഞാനജീവിതം. ഈ പാഠത്തിൽ ലേഖകൻ പറയുകയാണ്, എന്താണ് ജ്ഞാനമുള്ള ജീവിതം? ദൈവത്തോടുള്ള ഭക്തിയോടുള്ള ജീവിതമാണ്, ബഹുമാനമാണ് ജ്ഞാനമുള്ള ജീവിതം. അതുകൊണ്ട് ആ ഒരു കാലം നമുക്ക് ജ്ഞാനത്തോടെ ജീവിക്കുവാൻ കഴിയണം. അല്ലേ? കാരണം നാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അനുസരണക്കേടും വിശ്വാസമില്ലായ്മയൊക്കെ വരുമ്പോൾ നാം പ്രലോഭനങ്ങളിൽ വീഴുവാൻ ഇടയാകും. അതുകൊണ്ട് എങ്ങനെ നമുക്ക് ഉള്ള കാലം ജ്ഞാനത്തോടെ ജീവിക്കുവാൻ കഴിയും? അതുകൊണ്ട് സങ്കീർത്തനം 12-ാം വാക്യം പറയുന്നത്, 90-ാം സങ്കീർത്തനം 12-ാം വാക്യം പറയും, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കാൻ തക്കവണ്ണം ഞങ്ങളെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. അപ്പോൾ ഇവിടെ നമുക്കൊരു രക്ഷയുണ്ട്. അല്ലേ? ദൈവത്തിൻ്റെ കോപത്തെയും ദൈവത്തിൻ്റെ ക്രോധത്തെയും നമുക്ക്
നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നമുക്കിവിടെ രക്ഷയുണ്ട്. ഇവിടെ രക്ഷയെക്കുറിച്ച് പറയുന്നത് കർത്താവാണ് നമ്മുടെ ജീവിതത്തിലെ ഗതികേട് മാറ്റുന്ന രക്ഷകൻ. നമ്മുടെ ജീവിതത്തിൽ ഈ ഗതികേട് അല്ലെങ്കിൽ ഈ ദുർഗതിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ, അല്ലേ? അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ പറയുന്നത്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. കൂടാതെ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുന്നത്, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വേദവാക്യങ്ങൾ പറയുമ്പോൾ, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും നാം ഉയർത്തേണ്ടതാകുന്നു എന്നിവിടെ പറയുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതികേട് അല്ലെങ്കിൽ ദുർഗതി, അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ നാം മരുഭൂമിയിൽ മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ നാം കർത്താവിനെ ഉയർത്തേണ്ടതാകുന്നു. കാരണം കർത്താവാണ് നമ്മുടെ ഏകരക്ഷ. നമ്മുടെ ന്യായവിധിയിൽ നമുക്ക് രക്ഷിക്കപ്പെടണമെങ്കിൽ കർത്താവാണ് നമ്മുടെ ഏകരക്ഷ. ഇവിടെ പറയുന്നത്, വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് നാം ഇരുളിനെ സ്നേഹിക്കാതെ വെളിച്ചത്തിൽ വസിക്കുന്നവരായി മാറുവാൻ ഈ തിങ്കളാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെയധികം ക്ഷണികമായ ജീവിതത്തെക്കുറിച്ച് ഇവിടെ മോശ വർണ്ണിക്കുകയാണ്. പലപ്പോഴും നമ്മൾ മരണ ശുശ്രൂഷയിലൊക്കെ ഈ ക്ഷണികമായ ജീവിതത്തെക്കുറിച്ച് 90-ാം സങ്കീർത്തനത്തെക്കുറിച്ചൊക്കെ പാസ്റ്റർമാർ പലപ്പോഴും സംസാരിക്കാറുണ്ട്, അല്ലേ? അവിടെ പലപ്പോഴും ചോദിക്കാറുണ്ട്, പ്രിയമുള്ളവരെ, ഇതാകുന്നത് നിങ്ങളുടെ അവസാനമെങ്കിൽ ധനവാന്മാർ തങ്ങളുടെ ധനത്തെപ്പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? വീണ്ടും, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നിങ്ങളുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ അധികാരത്തിൽ നിഗളിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ യൗവനത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? മനുഷ്യരെല്ലാവരും ഈ ലോകത്തിൽ താൽക്കാലികരാണ്. അവൻ്റെ ദിവസങ്ങൾ ഒരു ആവി പോലെ, ഒരു നിഴൽ പോലെ മാഞ്ഞു പോകുന്നു. പറമ്പിലെ പൂ പോലെ പൂത്തു വാടിപ്പോകുന്നു. ആകയാൽ എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. അതുകൊണ്ട് ഈ ജ്ഞാനം, നീതിയായ ജീവിതം നയിക്കുവാൻ, ഈ ജ്ഞാനം പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ മാനിച്ചുകൊണ്ട്, ദൈവത്തെ ഭയഭക്തിയോടെ ബഹുമാനിച്ചുകൊണ്ട് ഞങ്ങളുടെ നാളുകളെ, ചുരുങ്ങിയ കാലങ്ങളിൽ ബുദ്ധിയോടുകൂടി ജീവിപ്പാൻ തിങ്കളാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ചൊവ്വാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ചൊവ്വാഴ്ച പഠിക്കുന്ന ഹെഡിങ് ദൈവത്തിന് പരീക്ഷ, ദൈവത്തിന് പരീക്ഷ അല്ലെങ്കിൽ പരിശോധന. ഇവിടെ ചൊവ്വാഴ്ചത്തെ ഭാഗത്ത് ദൈവത്തെ ഇസ്രായേൽ ജനം പരീക്ഷിച്ച വിധത്തെയാണ് ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ പഠിക്കുന്നത്. ദൈവത്തെ ഇസ്രായേൽ ജനം പരീക്ഷിച്ച വിധത്തെയാണ് പഠിക്കുന്നത്. ഇവിടെ ആമുഖത്തിൽ പറയുന്നത്, ദൈവത്തെ ഇസ്രായേൽ പരീക്ഷിച്ച സ്ഥലമാണ് മെരീബ. എന്താണ് മെരീബയിലെ അനുഭവം? ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുമോ, അല്ലേ? ഈ ശോധനയിൽ നിന്ന്, ഈ പ്രയാസത്തിൽ നിന്ന് ദൈവത്തിന് ഞങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ കഴിയുമോ എന്ന് ദൈവത്തിൻ്റെ ശക്തിയെ സംശയിച്ചുകൊണ്ട് അവർ ദൈവത്തെ പരീക്ഷിച്ചു. ഇപ്പോൾ ചൊവ്വാഴ്ചത്തെ ഭാഗം തന്നെ പറയുന്നത് ദൈവത്തിന് പരീക്ഷ, അല്ലേ? ദൈവത്തിൻ്റെ ശക്തിയെ അവർ പരീക്ഷിച്ചു മെരീബയിൽ. നേരെമറിച്ച് സങ്കീർത്തനം 81 സങ്കീർത്തനം 81 പറയുന്നത് മെരീബ വെള്ളത്തിങ്കൽ ഞാൻ നിന്നെ പരീക്ഷിച്ചു. 81-ാം സങ്കീർത്തനം 7-8 വാക്യങ്ങൾ. 81-ാം സങ്കീർത്തനം 7-8 വാക്യങ്ങൾ പറയുന്നത് മെരീബ വെള്ളത്തിങ്കൽ ഞാൻ നിന്നെ പരീക്ഷിച്ചു എന്നാണ് പറയുന്നത്, അല്ലേ? ദൈവം പരീക്ഷിച്ചു എന്ന് പറയുന്നു. മറിച്ച് 95-ാം സങ്കീർത്തനത്തിലും പുറപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിലൊക്കെ ദൈവത്തെ പരീക്ഷിച്ചു എന്നാണ് പറയുന്നത്, അല്ലേ? ഇവിടെ ദൈവത്തിന് പരീക്ഷ, അല്ലെങ്കിൽ ദൈവത്തെ ഇസ്രായേൽ ജനം മെരീബയിൽ പരീക്ഷിച്ചു. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു അനുഭവമാണ് അവിടുത്തെ പ്രതിപാദ്യ വിഷയം. പുറപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വേദവാക്യങ്ങളാണ് അവിടുത്തെ പ്രതിപാദ്യ വിഷയം. പുറപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 7 വരെ. ഇസ്രായേൽ ജനം അവിടെ കനാനിലേക്കുള്ള യാത്രയിൽ അവർ സീൻ മരുഭൂമിയിൽ നിന്ന് രഫീദീമിൽ അവർ എത്തി. രഫീദീമിൽ എത്തിയപ്പോൾ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. ജനമെല്ലാം മോശയോട് പിറുപിറുത്തു. ജനം മോശയോട് ചോദിച്ചു. അങ്ങനെ ഈ കോപം നിറഞ്ഞ് മോശ ദൈവത്തോടവിടെ ചോദിക്കുകയാണ്, ഈ ജനത്തിന് വെള്ളം എങ്ങനെ കുടിപ്പാൻ കൊടുക്കുമെന്ന് മോശ ദൈവത്തോടവിടെ ചോദിക്കുന്നു. വലിയൊരു കലഹം ഉണ്ടായി, വലിയൊരു പിറുപിറുപ്പും കലഹവും ഉണ്ടായി. അങ്ങനെ ഈ കലഹം
എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഈ മരുഭൂമിയിൽ ഞങ്ങൾക്ക് ഇത്രയും ജനങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം കിട്ടുമോ എന്ന് ദൈവത്തെ പരീക്ഷിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ ശക്തിയെ ചോദ്യം ചെയ്തുകൊണ്ട് ജനം അവിടെ കലഹിച്ചു എന്ന് പറയുന്നു. അതുകൊണ്ടാണ് 7-ാം വാക്യം പറയുന്നത്, ഇസ്രായേൽ മക്കളുടെ കലഹം നിമിത്തവും യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അവർ യഹോവയെ പരീക്ഷിക്കാൻ നിമിത്തം ആ സ്ഥലത്തിന് മസ എന്ന വാക്കിൻ്റെ അർത്ഥം പരീക്ഷ, കൂടാതെ മെരീബ എന്ന വാക്കിൻ്റെ അർത്ഥം കലഹം, വെള്ളത്തിന് വേണ്ടി കലഹിക്കുന്നു, അതിന് മെരീബ എന്നും, മറിച്ച് ദൈവത്തിൻ്റെ ശക്തിയെ പരീക്ഷിക്കുന്നത് കൊണ്ട് മസ എന്നും പേരിട്ടു. അല്ലേ? അതിനെയാണ് 95-ാം സങ്കീർത്തനത്തിൽ പറയും. 95-ാം സങ്കീർത്തനം 7 മുതൽ 11 വരെയുള്ള വേദവാക്യത്തിൽ അതേ സംഭവത്തെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബെ പോലെയും, എല്ലാവർക്കും അറിയുന്ന വചനമാണ് അല്ലേ, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബെ പോലെയും മരുഭൂമിയിലെ മസാ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ എന്ത് ചെയ്യാൻ പാടില്ല, കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും അല്ലേ എന്നെ ശോധന ചെയ്തു. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം, കഴിക്കുവാൻ മന്ന അല്ലേ ഒക്കെ അവർക്ക് നൽകിയിട്ട് പോലും ചെങ്കടലിനെ വിഭാഗിച്ചു, യോർദാനെ വിഭാഗിച്ചു. ഇതൊക്കെ നൽകിയിട്ട് പോലും കർത്താവിൻ്റെ ശക്തിയെ, ദൈവത്തിൻ്റെ ശക്തിയെ അവർ പരീക്ഷിച്ചു. അതുകൊണ്ട് ഇതെല്ലാം കണ്ടിട്ടും അവർ എന്നെ ശോധന ചെയ്തു. 40 ആണ്ടാണ് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നത്. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്യുകയും ചെയ്തു. നമുക്കറിയാം, ആ തലമുറയിൽ 2 പേർക്ക് മാത്രമേ ആ കനാൻ ദേശത്തേക്ക് എത്തുവാൻ കഴിഞ്ഞുള്ളൂ. അവർ യാത്ര തിരിച്ചത് വലിയൊരു സമൂഹമായിട്ടാണ്. പക്ഷേ കാലേബിനും യോശുവായ്ക്കും മാത്രമേ ആ യാത്ര പുറപ്പെട്ടതിൽ നിന്ന് 2 പേർക്ക് മാത്രമേ ആ കനാനിലേക്ക് എത്തുവാൻ കഴിഞ്ഞുള്ളൂ. ബാക്കിയെല്ലാം പുതു തലമുറയാണ് ആ ദേശത്തെത്തിയത്. കാരണം ദൈവത്തെ അവർ പരീക്ഷിച്ചു, ദൈവത്തിൻ്റെ ഹൃദയത്തെ കഠിനമാക്കി അല്ലേ. അതുകൊണ്ട് ദൈവത്തെ പലപ്പോഴും ഇവിടെ ഇസ്രായേൽ ജനം പരീക്ഷിച്ച വിധത്തെയാണ് മെരീബ എന്നിവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നത് അല്ലേ. അപ്പോൾ മെരീബയുടെ സന്ദേശം എന്താണ് നമുക്ക് മെരീബ നൽകുന്ന സന്ദേശം? ഇന്നത്തെ പാഠത്തിൽ പറയുന്നു, മെരീബ നമുക്ക് 2 സന്ദേശമാണ് നൽകുന്നത്. ഒന്ന്, നമ്മുടെ മുൻ തലമുറകളുടെ പെശകുകൾ നാം ആവർത്തിക്കാതിരിക്കുക. മെരീബയുടെ സന്ദേശം എന്ന് പറയുന്നത്, മുൻ തലമുറകൾ ഇസ്രായേൽ ജനത്തിൻ്റെ പെശകുകൾ, ജീവിതത്തിൽ വന്നതായ പെശകുകൾ, കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കുക, പകരം ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുക. 2, ജനം പരാജയപ്പെട്ടെങ്കിലും അല്ലേ, ജനം പരാജയപ്പെട്ടെങ്കിലും ദൈവം എന്ത് ചെയ്തു? അവരുടെ കഷ്ടങ്ങളിൽ അവരെ രക്ഷിച്ചു അല്ലേ. ദൈവം അവരുടെ കഷ്ടങ്ങളിൽ അവരെ രക്ഷിച്ചു. അതുകൊണ്ട് ദൈവം അവരോട് കൃപ കാണിച്ചു. ഈ കൃപ പുതുതലമുറയിലായിരിക്കുന്ന നമുക്കും സൗജന്യമായി നൽകും. അതാണ് മെരീബ നമുക്ക് നൽകുന്ന സന്ദേശം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വിശ്വാസത്തെ പരിശോധിക്കുന്ന ഒരു പരിശോധനയാണ് മെരീബയുടെ അനുഭവം അല്ലേ. നമ്മുടെ ജീവിതത്തിൻ്റെ വിശ്വാസത്തെ പരിശോധിക്കുന്ന ഒരു പരിശോധനയാണ്. ഇവിടെ യോസഫിൻ്റെ അനുഭവം പറയുകയാണ്. യോസഫിനെയും ജീവിതത്തിൽ പലതരം പരീക്ഷകൾ ജീവിതത്തിലുണ്ടായി അല്ലേ. യോസഫ് കൊച്ചുകാലം മുതലേ അവൻ സ്വപ്നം കാണുന്നവനായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ ഈ സ്വപ്നങ്ങളൊക്കെ കാണുമ്പോൾ സഹോദരന്മാരോട് പറയുമ്പോൾ, അപ്പനോട് അമ്മയോടൊക്കെ പറയുമ്പോൾ പലരും അവനോട് കോപിച്ചു. സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി അല്ലേ. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായമൊക്കെ അവിടെ പറയുന്നു. 37-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വേദവാക്യങ്ങളിൽ യോസഫ് കണ്ട സ്വപ്നത്തെക്കുറിച്ചൊക്കെ പറയുകയാണ് അല്ലേ. അപ്പോൾ സഹോദരന്മാർക്കും സ്വന്തം അപ്പനും അമ്മയ്ക്കും പോലും അവനോട് കോപവും ദേഷ്യമൊക്കെ ഉണ്ടായി. പക്ഷേ ഈ സ്വപ്നങ്ങളെല്ലാം പിന്നീട് ജീവിതത്തിൽ യാഥാർത്ഥ്യമായി അല്ലേ. ഇവിടെ യോസഫിൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയുന്നത് സങ്കീർത്തനം 105-ൽ പറയുന്നു. സങ്കീർത്തനം 105-ൽ 17 മുതൽ 12 വരെയുള്ള 22 വരെയുള്ള വേദം. സങ്കീർത്തനം 105-ൽ 17 മുതൽ 22 വരെ. അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു, യോസഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പു ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. രാജാവ് ആളയച്ച് അവനെ ആ കാരാഗൃഹത്തിൽ നിന്ന് വിടുവിച്ചു. ജാതികളുടെ അധിപതി അവനെ ആരാക്കി മാറ്റി? സ്വതന്ത്രനാക്കി മാറ്റി. അവൻ്റെ പ്രഭുക്കന്മാരെ ഇഷ്ടപ്രകാരം ബന്ധിച്ചു കൊള്ളുവാനും അവൻ്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുപ്പാനും തൻ്റെ ഭവനത്തിന് അവനെ കർത്താവായും തൻ്റെ സർവ്വസമ്പത്തിനും അധിപതിയായും നിയമിച്ചു. അവൻ്റെ ജീവിതത്തിൽ വന്നതായ പരിശോധനകളിൽ അവൻ വിജയിച്ചപ്പോൾ ദൈവം ആ ദേശത്തെ രണ്ടാമനാക്കി അവനെ വാഴിച്ചു അല്ലേ. അവൻ്റെ ജീവിതത്തിൽ പരിശോധനകൾ വന്നു. പക്ഷേ ആ പരിശോധനകളിൽ ദൈവത്തെ അവൻ പരീക്ഷിക്കാതെ, ഇന്നത്തെ പാഠം പറയുന്നത് പോലെ ദൈവത്തെ പരീക്ഷിക്കാതെ ദൈവത്തിന് അവൻ കീഴ്പ്പെട്ടുകൊണ്ട് അവൻ ആ പരിശോധനകൾ വിജയിച്ചു. ദൈവ വാഗ്ദത്തങ്ങളിൽ, അവൻ്റെ ചെറുപ്പകാലത്ത് ദൈവം നൽകിയ ദർശനത്തിൽ അവൻ പൂർണ്ണമായി വിശ്വസിച്ചു. ദൈവ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചു അല്ലേ. എൻ്റെ അപ്പനും അമ്മയും അല്ലേ, സൂര്യനും ചന്ദ്രനും
11 നക്ഷത്രങ്ങളും എന്നെ വണങ്ങുന്നതായിട്ടും ഒക്കെ കണ്ടതായി ദർശനം, ഭാവി കാലത്ത് അതുപോലെ തന്നെ വാഗ്ദത്തം അതുപോലെ തന്നെ സംഭവിച്ചതായിട്ട് ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ പറയുന്നത്, ദൈവത്തെ നാം ചോദ്യം ചെയ്യുവാൻ പാടില്ല. ദൈവത്തിൻ്റെ നിയമത്തെ നാം ചോദ്യം ചെയ്യാൻ പാടില്ല. അതിനെ പൂർണ്ണമായി നാം അനുസരിക്കുമെങ്കിൽ നമുക്ക് അനുഗ്രഹങ്ങൾ തരും. പക്ഷേ മറിച്ച് ഈ ജീവിതത്തിൽ നാം കാണുന്നത്, ദൈവത്തിൻ്റെ നിയമത്തെ അനുസരിക്കുന്നതിന് പകരം ചോദ്യം ചെയ്ത് സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു അനുഭവത്തെയാണ് ഇന്നത്തെ പാഠത്തിൽ ലേഖകൻ പറയുന്നത്. പലപ്പോഴും സാത്താൻ്റെ വഞ്ചനകൾ പലരും ഇന്ന് ഉറങ്ങുകയും തളർന്നിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുകയാണ്. ഉറങ്ങുകയും തളർന്നിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവന് ചോദ്യം ചെയ്യാൻ കഴിയില്ല, അല്ലേ? അവൻ സാത്താൻ്റെ ചങ്ങലയിൽ തന്നെ ആയിരിക്കുന്നു. ഇന്നത്തെ പാഠത്തിൽ പറയുന്നത്, പലരും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കാതെ ഉറങ്ങി തളർന്നിരിക്കുന്ന അനേക ജനങ്ങളെ ഇവിടെ കാണുവാൻ കഴിയുന്നു എന്ന് പറയുന്ന തന്ത്രങ്ങളിൽ അവർ വീണുപോയി. അവരുടെ മനസാക്ഷിയിൽ ഒരു കുത്തും ഇപ്പോൾ കൊള്ളുന്നില്ല. അവർ പാപം ചെയ്യുന്നതെല്ലാം ശരിയെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഹവ്വയോട് സാത്താൻ പറഞ്ഞതുപോലെ, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. ഹവ്വ സാത്താനെ വിശ്വസിച്ചു, അല്ലേ? ഇവിടെ ആ ഒരു ചിന്തയാണ് ഇന്ന് അനേകരെ ഭരിക്കുന്നത്. എന്താണ്? തെറ്റുകൾ നാം ചെയ്യുമ്പോൾ ആദ്യമൊക്കെ അത് തെറ്റാണെന്ന് നമുക്ക് തോന്നിയാൽ പോലും പിന്നീട് ആ തെറ്റുകൾ ആവർത്തിക്കുമ്പോൾ ആ തെറ്റ് ശരിയായിട്ട് നമുക്ക് തന്നെ തോന്നുന്ന ഒരു അനുഭവം, അല്ലേ? ആ തെറ്റുകളെല്ലാം നാം ശരിയായി കണക്കാക്കുന്നു. ആവർത്തിച്ച് നാം ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റുകളെല്ലാം പിന്നീട് ജീവിതത്തിൽ എന്തായി മാറുന്നു? ശരിയായി മാറുന്നു. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഹൃദയത്തിൻ്റെ കാഠിന്യം കൊണ്ടാണ് സംഭവിക്കുന്നത്. മെരീബേല അനുഭവം പോലെ, കലഹത്തിൻ്റെ അനുഭവം പോലെ, പരീക്ഷിക്കുന്ന അനുഭവം പോലെ. ദൈവത്തിൻ്റെ ശക്തി നാം പരീക്ഷിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നാം വിശ്വസിക്കാതിരിക്കുമ്പോൾ നമുക്കിങ്ങനെയുള്ളതായ തെറ്റുകൾ എന്തായി മാറുന്നു? ശരിയായി മാറുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയെ പരീക്ഷിക്കാതെ, ദൈവത്തിൻ്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യാതെ, ദൈവം നൽകിയിരിക്കുന്ന കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് മുഖപ്രകാശത്തെ നോക്കി നീതിയായ ജീവിതം നയിക്കുവാൻ ഈ ചൊവ്വാഴ്ചത്തെ പാഠം നമ്മെ പ്രബോധിപ്പിക്കുന്നു. ബുധനാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ബുധനാഴ്ച പഠിക്കുന്ന ഹെഡിങ് ദുഷ്ടവഴിയുടെ വഞ്ചനാ സ്വഭാവം. ബുധനാഴ്ച പഠിക്കുന്ന ഹെഡിങ് ദുഷ്ടവഴിയുടെ വഞ്ചനാ സ്വഭാവം. സങ്കീർത്തനം 141 സങ്കീർത്തനമാണ് ബുധനാഴ്ചത്തെ ഭാഗത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. സങ്കീർത്തനം 141. ഇവിടെ നമ്മോട് ലേഖകൻ ചോദിക്കുന്നത്, സങ്കീർത്തനക്കാരൻ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? സങ്കീർത്തനക്കാരൻ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ഇവിടെ സങ്കീർത്തനം 141 പറയുന്ന, യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ അടുക്കലേക്ക് വേഗം വരയണമേ. ഞാൻ നിന്നോട് അപേക്ഷിക്കുമ്പോൾ എൻ്റെ അപേക്ഷ കേൾക്കണമേ. എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. അല്ലേ? അവൻ്റെ ഒരു നിലവിളിയാണ് പറയുന്നത്. അവൻ ഉള്ളിൽ നിന്ന് ദൈവത്തോട് നിലവിളിക്കുന്നു. സങ്കീർത്തനം 141 സങ്കീർത്തനം നാം വായിക്കുമ്പോൾ ഉള്ളിൽ നിന്നും പുറമേ നിന്നും ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷകളെക്കുറിച്ചാണ് സങ്കീർത്തനം 141 പറയുന്നത്. ഉള്ളിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറമേ നിന്നുള്ള പ്രലോഭനങ്ങളിൽ നിന്നുണ്ടാകുന്ന പരീക്ഷകൾ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ തരണം ചെയ്യുവാൻ കഴിയും? അതിനെ തരണം ചെയ്യുവാനുള്ള ശക്തിക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് 141 സങ്കീർത്തനം. കാരണം സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്, എൻ്റെ ജീവിതം പലപ്പോഴും അപകടത്തിലാണ്. ഉള്ളിൽ നിന്നും പരീക്ഷകൾ വരുന്നു, പുറമേ നിന്നും എൻ്റെ ജീവിതത്തിൽ പരീക്ഷകൾ വരുന്നു. അങ്ങനെ ആകുമ്പോൾ ഈ തന്ത്രങ്ങൾ കാരണം ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതം ദുഷ്ടനെ പോലെ പ്രവർത്തിക്കാറുണ്ട്. അതുകൊണ്ട് എൻ്റെ ജീവിതം പലപ്പോഴും അപകടത്തിലാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ്റെ സംസാരത്തിൽ ഒരു സ്വയം നിയന്ത്രണം നൽകണമേ. എൻ്റെ സംസാരത്തിൽ ഒരു സ്വയം നിയന്ത്രണം നൽകണമേ. കാരണം പലപ്പോഴും ഞാൻ ആലോചിക്കാതെ പലതും വിളിച്ചു പറയാറുണ്ട്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു സ്വയം നിയന്ത്രണം നൽകണമേ. ഇതാണ് അവൻ്റെ ജീവിതത്തിലെ ഒരു ദൗർബല്യം, അല്ലേ? എടുത്തു ചാടി സംസാരിക്കുക. അതുകൊണ്ട് സംസാരത്തിൽ എനിക്കൊരു സ്വയം നിയന്ത്രണം തരണമേ. അതുകൊണ്ട് എൻ്റെ വായ്ക്ക് അങ്ങൊരു കാവൽ നിർത്തണമേ എന്നിവിടെ പറയുന്നു. മൂന്നാമത്തെ വാക്യം, സങ്കീർത്തനം 141 മൂന്നാം വാക്യം പറയുന്നു, യഹോവേ, എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കേണമേ. എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കേണമേ. അത് അവൻ്റെ ഒരു നിലവിളിയാണ്, അവൻ്റെ പ്രാർത്ഥനയാണ്. പലപ്പോഴും അവൻ്റെ ജീവിതത്തിൽ ഒരു ദൗർബല്യമായിട്ട് നിയന്ത്രണമില്ലാത്ത സംസാരത്തെ അവൻ്റെ
ഒരു ബലഹീനത ആയിട്ട് അവൻ കാണുകയാണ്. അതുകൊണ്ട് എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി, പണ്ട് കാലങ്ങളിൽ നഗര കവാടങ്ങളിൽ കാവൽ നിർത്തുന്നത് പോലെ, നഗര കവാടങ്ങളിൽ പണ്ട് കാലത്ത് കാവൽ വ്യക്തികളെ നിർത്തുന്ന, സെക്യൂരിറ്റിയായിട്ട് ആൾക്കാരെ നിർത്തുന്നത് പോലെ എൻ്റെ വായ്ക്ക് അങ്ങ് ഒരു കാവൽ നിർത്തണമേ. എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ കാരണത്തെക്കുറിച്ച് പറയുന്നത് 4-ാം വാക്യം പറയുന്നത്, ദുഷ്പ്രവൃത്തിക്കാരോടുകൂടെ ദുഷ്പ്രവൃത്തികളിൽ ഇടപെടുവാൻ എൻ്റെ ഹൃദയത്തെ ദുഷ്കാര്യത്തിന് ചായ്ക്കരുതേ. അവരുടെ സ്വാദുഭോജനം ഞാൻ കഴിക്കുകയും അരുതേ. അല്ലേ? പലപ്പോഴും ഇതാണ് അവൻ്റെ ജീവിതത്തിൽ ഒരാത്മനിയന്ത്രണം വേണമെന്ന് അവൻ ദൈവത്തോട് അപേക്ഷിക്കുന്നത്. കാരണം പലപ്പോഴും ദുഷ്പ്രവൃത്തിക്കാരോടുകൂടെ ദുഷ്പ്രവൃത്തികളിൽ ഇടപെടുവാൻ പലപ്പോഴും എനിക്ക് സാഹചര്യങ്ങളുണ്ടാകുന്നു. അങ്ങനെ സാഹചര്യങ്ങൾ വരുമ്പോൾ എൻ്റെ ഹൃദയം ദുഷ്കാര്യത്തിന് ചാഞ്ഞു പോകാറുണ്ട്. അതുകൊണ്ട് അവർ നൽകുന്ന സ്വാദുഭോജനം ഞാൻ കഴിക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഈ വരുന്ന പരീക്ഷകൾ പുറമേ നിന്ന് വരുന്നതാണ്. ഇതെല്ലാം പുറമേ നിന്ന് വരുന്ന പരീക്ഷകളാണ്. ഈ പുറമേ നിന്ന് വരുന്നത് ഈ പരീക്ഷകളിൽ നിന്നൊക്കെ എൻ്റെ ഹൃദയത്തെ കാത്തുകൊള്ളണമേ. അല്ലേ? കാരണം ഈ പോരാട്ടം നടക്കുന്നതെല്ലാം ഹൃദയത്തിലാണ്. ഈ പരീക്ഷകളൊക്കെ നടക്കുന്നതെല്ലാം ഹൃദയത്തിലാണ്. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തെ ഈ ദുഷ്പ്രവൃത്തിക്കാരോട് കൂടെ ചായാതിരിപ്പാൻ എൻ്റെ ഹൃദയത്തെ അങ്ങ് കാക്കണമേ. അല്ലേ? ദൈവത്തിലുള്ള ഭക്തിയിലൂടെ മാത്രമേ ഈ പരീക്ഷയിൽ നമുക്ക് വിജയിക്കുവാൻ കഴിയൂ. അല്ലേ? നീതിയായ ജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുഖപ്രകാശം നോക്കി, അല്ലേ, കൽപ്പനകൾ അനുസരിക്കുന്ന ദൈവമക്കൾക്ക് മാത്രമേ ഈ ഭക്തിയിലൂടെ ജീവിക്കുവാൻ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരീക്ഷകൾ പുറമേ നിന്ന് വരുമ്പോൾ അതിൽ നിന്ന് രക്ഷ നേടുവാൻ കഴിയുള്ളൂ. അല്ലേ? അപ്പോൾ ഇവിടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ഹൃദയത്തിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത്, ഹൃദയം എന്ന് പറയുന്നത് തിന്മയിലേക്ക് ചായുന്ന ഒരു അനുഭവമാണ് ഹൃദയം. അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ഹൃദയം തിന്മയിലേക്ക് ചായുവാനുള്ള ഒരു ടെൻഡൻസി ഹൃദയത്തിനുണ്ട്. 2, ഹൃദയം പലപ്പോഴും ദുഷ്ക്രിയകൾ പരിശീലിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് ദുഷിച്ച പ്രവൃത്തികൾ പരിശീലിക്കുന്നത്. 3, ഹൃദയം എന്ന് പറയുന്നത് ദുഷ്ടതയുള്ള വിശേഷ വിഭവങ്ങളെ ആസ്വദിക്കുന്നതാണ് ഹൃദയം. ഇവിടെ നേരത്തെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ ദുഷ്ടന്മാരുടെ സ്വാദുഭോജനം ഞാൻ കഴിക്കരുതേ എന്ന് പറയുന്നത്. അപ്പോൾ ഹൃദയമാണ് പലപ്പോഴും ദുഷ്ടതയുടെ വിശേഷ വിഭവങ്ങളെ ആസ്വദിക്കാൻ ഇടയാക്കി തരുന്നത്. അതുകൊണ്ട് ഈ ഹൃദയത്തെ ഒന്ന് നിയന്ത്രിക്കണമേ എന്നാണ് സങ്കീർത്തനക്കാരൻ 141 പറയുന്നത്. ഇത് തന്നെയാണ് 1-ാം സങ്കീർത്തനത്തിലും പറയുന്നത്. എന്താണ് 1-ാം സങ്കീർത്തനം? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. അല്ലേ? ഇതാണ് പുറമേ നിന്ന് വരുന്നതായ പ്രലോഭനങ്ങൾ, പരീക്ഷകൾ. 1-ാമത്തെ സങ്കീർത്തനക്കാരനും അത് തന്നെയാണ് പറയുന്നത്. അല്ലേ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം എൻ്റെ ജീവിതത്തിൽ നടക്കാതെയും പാപികളുടെ വഴിയിൽ ഞാൻ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഞാൻ ഇരിക്കാതെയും എന്നെ സൂക്ഷിക്കണമേ എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ഇതെല്ലാം ദുഷ്ടവഴികളാണ്. പാഠത്തിൻ്റെ ഹെഡിങ് എന്താണ്? ദുഷ്ടവഴികളാണ്. കൂടാതെ വഞ്ചന സ്വഭാവം നിറഞ്ഞതാണ്. ഇതിൽ നിന്നെല്ലാം എന്നെ രക്ഷിക്കണമേ എന്നാണ് ഈ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് അപേക്ഷിക്കുന്നത്. കാരണം ഇതെല്ലാം പ്രലോഭനങ്ങളാണ്. അല്ലേ? ഇതെല്ലാം പ്രലോഭനങ്ങളും പരീക്ഷകളുമാണ്. നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന മാർഗങ്ങളാണ് ഈ മാർഗങ്ങൾ. അതുകൊണ്ട് ദൈവത്തിൽ സമ്പൂർണ്ണമായി ആശ്രയിക്കുന്നവർക്ക് മാത്രമേ ഈ പ്രലോഭനങ്ങളിൽ നിന്ന് വിജയിക്കുവാൻ കഴിയുള്ളൂ. എങ്കിലും ദുഷ്ടന്മാരുടെ അന്ത്യവും നീതിമാന്മാരുടെ അന്ത്യവും ആ പാഠത്തിൽ പറയുന്നു. എന്താണ് ദുഷ്ടന്മാരുടെ അന്ത്യം? ദുഷ്ടന്മാരുടെ അന്ത്യം എന്തായിരിക്കും? നീതിമാന്മാരുടെ അന്ത്യം എന്തായിരിക്കും? ദുഷ്ടന്മാരുടെ അന്ത്യത്തെക്കുറിച്ച് പറയുന്നത് അതിൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നത്, സങ്കീർത്തനം 1-ാം അധ്യായം 4 മുതൽ 6 വരെ വേദവാക്യങ്ങൾ ദുഷ്ടന്മാരുടെ അന്ത്യത്തെക്കുറിച്ച് പറയുന്നു. സങ്കീർത്തനം 1-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുപാറ്റുന്ന ആരെ പോലെയാണ്, പതിർ പോലെ അത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും എങ്ങനെ നിൽക്കില്ല? നിവർന്ന് നിൽക്കില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴി എന്താണെന്ന് നാശകരം ആകുന്നു എന്ന് പറയുന്നു. മറിച്ച് നീതിമാന്മാരുടെ അന്ത്യം എങ്ങനെയാണ്? നീതിമാന്മാരുടെ അന്ത്യം സങ്കീർത്തനം 141 8 മുതൽ 10 വരെ. സങ്കീർത്തനം 141 8 മുതൽ 10 വരെ ഇവിടെ പറയുന്നത്, കർത്താവായ യഹോവേ, എൻ്റെ കണ്ണ് നിങ്കലേക്കാകുന്നു, ഞാൻ നിന്നെ ശരണമാക്കുന്നു, എൻ്റെ പ്രാണനെ തൂക്കിക്കളയരുതേ. അവർ എനിക്ക് വെച്ചിരിക്കുന്ന കെണിയിലും ദുഷ്പ്രവൃത്തിക്കാരുടെ കുടുക്കുകളിലും അകപ്പെടാതെ വണ്ണം എന്നെ കാക്കണമേ. ഞാൻ ഒഴിഞ്ഞു പോകുമ്പോഴേക്കും ദുഷ്ടന്മാർ സ്വന്തം വലകളിൽ അകപ്പെടട്ടെ എന്നിവിടെ പറയണം. അവൻ ദൈവസന്നിധിയിൽ അവൻ്റെ പ്രാണന് വേണ്ടി അവൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രാണനെ കാത്തുകൊള്ളണമേ, ദുഷ്പ്രവൃത്തിക്കാരുടെ കുടുക്കുകളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, എന്നെ തൂക്കിക്കളയരുതേ. അല്ലേ?
അവൻ ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണ്, എൻ്റെ കണ്ണ്, ദൈവത്തിൻ്റെ കണ്ണ് നിങ്കലേക്ക് ഞാൻ എൻ്റെ കണ്ണിനെ ഉയർത്തുന്നു, കാരണം ദൈവം എൻ്റെ ശരണമാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രലോഭനങ്ങൾ, പരീക്ഷകളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിൽ ചായാതെ നിൽക്കുവാൻ 141 സങ്കീർത്തനത്തിൽ അവൻ ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു കരച്ചിലാണ് സങ്കീർത്തനം 141. വ്യാഴാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. വ്യാഴാഴ്ച പഠിക്കുന്ന ഹെഡിങ് നീതിയായ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ. നീതിയായ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ. നാം ഈ ഒരു ആഴ്ചയിൽ പഠിച്ചത് നീതിയായ ജീവിതം നയിക്കുന്നതിന് വേണ്ടി ജ്ഞാനം നൽകണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് നാം ഈ പാഠത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നീതിയായ ജീവിതം നയിക്കുന്നവർക്ക് അത് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് 112 സങ്കീർത്തനം, 128 സങ്കീർത്തനം, സങ്കീർത്തനങ്ങൾ 1 അതിലെല്ലാം പറയുന്നുണ്ട് അല്ലേ. 112 സങ്കീർത്തനത്തിൽ പറയുന്നത് നീതിയായ ജീവിതം നയിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുകയാണ്. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇവിടെ പറയുന്നത് അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും, ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിൽ ഉണ്ടാകും. വീണ്ടും പറയുന്നു അവൻ ഒരു നാളും കുലുങ്ങിപ്പോവുകയില്ല. വീണ്ടും പറയുന്നു അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും, അവൻ്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും, അവൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. വീണ്ടും 128 സങ്കീർത്തനം പറയുന്നത് 128 യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ, നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും, നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും, നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിൻ്റെ നന്മയെ കാണും, നിൻ്റെ മക്കളുടെ മക്കളെയും നീ കാണും, ഇസ്രായേലിൽ മേൽ സമാധാനം ഉണ്ടാകട്ടെ അല്ലേ. വീണ്ടും സങ്കീർത്തനം 1 പറയുന്നത് എന്താണ്? ദൈവത്തെ അനുസരിക്കുന്ന നീതിമാൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് അവൻ ആറ്റരുകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായി വൃക്ഷം പോലിരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും എന്നിവിടെ പറയുന്നു അല്ലേ. ഇതൊക്കെയാണ് നീതിമാൻ്റെ ജീവിതത്തിൽ നീതിയായ ജീവിതം നയിക്കുന്ന ദൈവമക്കളുടെ അനുഗ്രഹങ്ങൾ. 112 സങ്കീർത്തനത്തിലും 128 സങ്കീർത്തനത്തിലും 1 സങ്കീർത്തനത്തിലും ഇത് തന്നെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് അല്ലേ. ഇവിടെ യെരമ്യാവിൻ്റെ പ്രവചനം 17 അധ്യായത്തിൽ പറയുന്നത്, യെരമ്യാവിൻ്റെ പ്രവചനം 17 അധ്യായം 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യനാരാ? ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് വാടുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ അത് ഫലം കായ്ച്ചുകൊണ്ടേ ഇരിക്കും. അത് തന്നെയാണ് സങ്കീർത്തനം 1 പറയുന്നത് അല്ലേ. അവൻ ആറ്റരുകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായി വൃക്ഷം പോലെ ഇരിക്കുക. അത് യെരമ്യാവിൻ്റെ പ്രവചനത്തിൽ പറയുന്ന അതേ വചനങ്ങൾ തന്നെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. വീണ്ടും യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 47 അധ്യായം 12 വാക്യം. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 47:12 നദി തീരത്ത് ഇക്കരെയും അക്കരെയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും, അവയുടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോകുകയുമില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും, അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും എന്ന് പറയുന്നത്. അത് വെളിപാടുകാരനായ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 21 അധ്യായത്തിൽ പറയുന്ന വചനങ്ങളെയാണ് യെഹെസ്കേൽ പ്രവാചകൻ ഇവിടെ പറയുന്നത്. അതുപോലെ മീഖാ പ്രവാചകൻ്റെ പുസ്തകം 4 അധ്യായം 4 വാക്യം. മീഖാ പ്രവാചകൻ്റെ പുസ്തകം 4:4 പറയുന്നത് അവർ ഓരോരുത്തൻ താൻ്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിൻ്റെ കീഴിലും പാർക്കും, ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. സൈന്യങ്ങളുടെ യഹോവയുടെ വാ അത് അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു അല്ലേ. മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിൻ്റെ കീഴിലും നീതിമാന്മാർ സമാധാനത്തോടെ പാർക്കുന്നതായിട്ട് ഇവിടെ പറയുന്നു. അതുകൊണ്ട് സങ്കീർത്തനം 122 പറയുന്നത്, സങ്കീർത്തനം 122 6 മുതൽ 8 വരെ യെരൂശലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ, നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈര്യമായിരിക്കട്ടെ, നിൻ്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിൻ്റെ അരമനകളിൽ സ്വൈര്യവും ഉണ്ടാകട്ടെ, എൻ്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ. ഇതാണ് നീതിയായ ജീവിതം നയിക്കുന്ന ദൈവമക്കളുടേതായ അനുഭവം. നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈര്യമായിരിക്കട്ടെ, നിൻ്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിൻ്റെ അരമനകളിൽ സ്വൈര്യവും ഉണ്ടാകട്ടെ അല്ലേ.
അപ്പോൾ രക്ഷിക്കപ്പെടുന്ന ദൈവമക്കൾ ഈ ഒരു പ്രത്യാശ നാടിനെയാണ് കാക്ഷിക്കുന്നത്, അല്ലേ? മഹാസമാധാനം, അല്ലേ? നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ 119 സങ്കീർത്തനം 111 വാക്യം പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകളോട് പ്രിയമുള്ളവർക്ക് എന്തുണ്ട്? മഹാസമാധാനമുണ്ട്. അപ്പോൾ രക്ഷിക്കപ്പെട്ടതായ ആ ഗണത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ എബ്രായ ലേഖനത്തിൽ പറയുന്നത്, എബ്രായ ലേഖനം 11 അധ്യായം 14 മുതൽ 16 വരെയുള്ള വേദവാക്യങ്ങൾ പറയുന്നു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ കാക്ഷിച്ചിരിക്കുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ അവർക്ക് ലജ്ജയില്ല എന്നിവിടെ പറയുന്നു. അപ്പോൾ നീതിയായ ജീവിതം നയിക്കുന്ന ദൈവമക്കൾ മഹാസമാധാനത്തിലും മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിൻ്റെ കീഴിലും, അല്ലേ, ആറ്റിരകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവർ ചെയ്യുന്നതൊക്കെയും സാധിക്കും എന്നിവിടെ പറയുന്നു, അല്ലേ? ഇതാണ് ദൈവത്തെ മാനിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളായിട്ട് വ്യാഴാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ ഭാഗത്ത് ലേഖകൻ പറയുന്നത്, ഈ അത്യാധുനിക കാലത്ത് സന്തോഷം നേടുന്നതിനേക്കാൾ ജ്ഞാനം അന്വേഷിക്കുന്നത് അഭികാമികമായി കാണപ്പെടുന്നില്ല എന്നിവിടെ പറയുകയാണ്. സന്തോഷം നേടുന്നതിനേക്കാൾ ജ്ഞാനം അന്വേഷിക്കുന്നത് അഭികാമികമായി കാണപ്പെടുന്നില്ല. കാരണം മനുഷ്യർ ജ്ഞാനികളാകുന്നതിനേക്കാൾ കൂടുതലും സന്തുഷ്ടരായിരിക്കുവാനാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ ഇന്നത്തെ പാഠത്തിൽ വ്യക്തമായി പറയുന്നത്, ദൈവിക ജ്ഞാനം ലഭിച്ചവർക്ക് മാത്രമേ ഈ ഭൂമിയിൽ സന്തോഷമായി ഇരിക്കുവാൻ കഴിയുള്ളൂ, അല്ലേ? ഒരു തൃപ്തികരമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ നമുക്ക് ദൈവിക ജ്ഞാനം ഉണ്ടാകണം, അല്ലേ? ദൈവിക ജ്ഞാനമുള്ളവർക്ക് എന്തുണ്ട്? മഹാസമാധാനമുണ്ട്. ദൈവിക ജ്ഞാനമുള്ളവർക്ക് ആശ്വാസവും, അവർ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിൻ്റെ കീഴിലും മഹാസമാധാനത്തിൽ അവർ കഴിയും. അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ദൈവം നൽകുന്നു എന്ന് ഇവിടെ പറയുന്നു. അതുകൊണ്ട് ദൈവിക ജ്ഞാനമാണ് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം നമുക്ക് നൽകുന്നത്. ദൈവിക ജ്ഞാനമാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം നൽകുന്നത്. അതുകൊണ്ട് 111 അധ്യായത്തിൽ നമ്മൾ പഠിച്ചതുപോലെ യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. അവയെ ആചരിക്കുന്നവർക്കെല്ലാം എന്തുണ്ട്? നല്ല ബുദ്ധിയുണ്ട്. അത് സാധാരണ ബുദ്ധിയല്ല. ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത് പുസ്തകങ്ങളിലൂടെ കിട്ടുന്ന ജ്ഞാനമല്ല. ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഭയത്തോട് ലഭിക്കുന്നതായ ജ്ഞാനമാണ്. ദൈവം നമ്മുടെ മുഖപ്രകാശമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ നാം ഉയർത്തി ഈ ലോകത്തിന് മുമ്പാകെ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ നാം ഉയർത്തുമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ മുഖവും ദൈവത്തിൻ്റെ മുഖം പോലെ പ്രകാശിച്ചുകൊണ്ട് ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് മോശ ഇവിടെ ദൈവസന്നിധിയിൽ പറയുന്നത്, ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. കാരണം ഞങ്ങളുടെ നാളുകൾ വളരെ ക്ഷണികമാണ്, അല്ലേ? നൈമിഷികമാണ്. ഏറെയായാൽ 70 അല്ലെങ്കിൽ 80. ഈ ഒരു ആയുസ്സിൽ നമുക്കെങ്ങനെ ബുദ്ധിയോടുകൂടി ജ്ഞാനത്തോടുകൂടി ദൈവത്തെ മാനിച്ചുകൊണ്ട്, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നടന്നുകൊണ്ട് എങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ബുദ്ധിയോടെ ജീവിക്കുവാൻ കഴിയും? ആ നാളുകൾ മാത്രമാണ് ദൈവം നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി കണക്കിടുന്നത് എന്ന് നാം ഇന്നത്തെ പാഠത്തിലൂടെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ, നീതിമാൻ്റെ ജീവിതത്തിൽ പ്രലോഭനങ്ങളും പരീക്ഷകളൊക്കെ കടന്നു വരുമ്പോൾ ഹൃദയം അതിൻ്റെ ഒരു പരീക്ഷണശാലയായി മാറുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഉയർത്തിക്കൊണ്ട് ശലോമോൻ പ്രാർത്ഥിച്ചതുപോലെ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിപ്പാൻ, മോശ പാടും പോലെ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിപ്പാൻ ഞങ്ങളെ ഉപദേശിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ വിനയത്തോടെ ആയിരിക്കാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ പാഠം ശ്രദ്ധിച്ചത് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. ഈഡൻ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുക, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുക. ഇത് അനേകർക്ക് വെളിച്ചവും സാക്ഷ്യമായി തീരുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ശ്യാം സ്കൂൾ പാഠം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗ്ഗത്തിലെ പിതാവേ, തിരുനാമത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായി നിമിഷങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പിതാവേ, 2024 നല്ല നല്ല പാഠങ്ങൾ പഠിക്കുവാൻ സ്വർഗ്ഗം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയ അവസരത്തിനായി സ്തോത്രം. സങ്കീർത്തനക്കാരന്മാർ 3000 വർഷങ്ങൾക്ക് മുമ്പ് രചിച്ചതായ ഈ സങ്കീർത്തനങ്ങളൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെയാണ് വരച്ചു കാട്ടുന്നത് നിങ്ങൾ അറിയുന്ന പിതാവേ, നീതിയായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ജ്ഞാനം നൽകുവാൻ മോശ പ്രാർത്ഥിച്ചതുപോലെ, സങ്കീർത്തനക്കാരന്മാർ പ്രാർത്ഥിച്ചതുപോലെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരു നീതിയായ ജീവിതം ഈ ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് ബുദ്ധി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലെ പരീക്ഷകളും പ്രലോഭനങ്ങളും കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ഹൃദയം അതിലേക്ക് ചായുന്ന അനേക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിതാവേ. അതിനായി ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വരുന്ന പരീക്ഷകളെയും കർത്താവ് പുറമേ നിന്ന് വരുന്ന പരീക്ഷകളെയും അതിജീവിപ്പാനുള്ള ജ്ഞാനം
ജീവിതത്തിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ ദൈവിക ജ്ഞാനം പ്രാപിച്ച് കൽപ്പനകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹാസമാധാനത്തിലെ ഈ ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നന്മകൾ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പാഠം ശ്രദ്ധിച്ച മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇത് അനേകർക്ക് വെളിച്ചമായി തീരുവാൻ സഹായിക്കണമേ. വേദനയിലൂടെ, ഭാരത്തിലൂടെ, പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ട് പിതാവേ. അവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ നീ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വചനം ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളെ പ്രാർത്ഥിക്കുന്നു. ഈഡൻ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു. പിന്നിൽ പ്രവർത്തിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇത് അനേകർക്ക് സാക്ഷ്യമായി തീരുവാൻ സഹായിക്കണമേ. ചോദിക്കുന്ന കുറവുകളാണെങ്കിൽ അധികമായ നന്മകളാൽ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന കേൾക്കണം. പരിശുദ്ധനെ നല്ല പിതാവേ, ആമേൻ.